അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, എനിക്ക് തോന്നൽ രോഗം ഒരു രോഗമില്ല. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്, നല്ലപോലെ ബോധമുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നത് എന്നുള്ള നല്ല ബോധമുണ്ട്. നാട്ടുകാർക്കും എല്ലാം അറിയാം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ആണെന്ന്. ഇവിടെ വന്ന് തിരക്കി നോക്കിയാൽ മതി, നാട്ടുകാർക്കെല്ലാം നല്ലപോലെ അറിയാം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതെന്ന്. ബോധക്കേടുള്ള അവന്മാരൊക്കെ പോയി നല്ല ബോധം വരാനും മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ അന്നേരം നല്ലപോലെ ഈ ചീത്തവിളിയൊക്കെ നിർത്തി നല്ല ബോധത്തെ വല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്കി. ഇൻഷുറൻസ് മോട്ടിക്കാതെ കേട്ടോ, ഇൻഷുറൻസ് മോട്ടിക്കാതെ ജീവിക്കാനേ അങ്ങനെ വല്ല നല്ല മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ കേട്ടോ ഇവന്മാരോട്. അനീഷ് നീയും നല്ലപോലെ മരുന്ന് കഴിക്കുക കേട്ടോടാ. നിനക്ക് കണ്ടവരെയൊക്കെ ഇങ്ങനെ ഭരിക്കാൻ നടക്കുന്നത് നീയും നല്ലപോലെ, ഞാൻ ആൾക്കാരെയൊക്കെ കാണിച്ചിട്ടുണ്ട്, നീ നല്ലപോലെ മരുന്നൊക്കെ കഴിക്കുക കേട്ടോ. നിനക്കും നല്ല മരുന്നിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോടാ. ഞാൻ നല്ലപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇത് സഹദയ മന്ദിരമാണെന്നും എൻ്റെ അമ്മയുടെ കൂടെ ആണെന്നും ഒക്കെ നല്ല ബോധമുണ്ട്. മറ്റുള്ളവർക്കടാ ഭയങ്കര തോന്നൽ, അവർക്ക് ഭയങ്കര എന്തൊക്കെയോ തോന്നലിടാ. അവൻ കണ്ടവരുടെ കൂടെ കിടക്കുന്നു, പത്മജന് ദീപായസ് പണിക്കറിൻ്റെ കൂടെ കിടക്കുന്നു, പൊറുക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ. എന്ത് തോന്നലടാ അത്? അവനാ തോന്നലടാ. മോഹൻ സിംഗിന് തോന്നൽ, പിന്നെ സദാനന്ദ മന്ദിരത്തിലെ അവളുമാർക്ക് തോന്നൽ, സുബ്രഹ്മണ്യന് തോന്നൽ, അവൻ ഇതുവഴി മാസ്ക് ഒക്കെ വെച്ച് പോകുമ്പോൾ ആരണ്ട് കുരുടന്മാർ ഇങ്ങോട്ട് കയറുന്നെന്ന് തോന്നൽ. എന്തൊക്കെ തോന്നലടാ? ഞങ്ങൾക്ക് ഈ തോന്നലൊന്നും ഇല്ലടാ കേട്ടോ, ഈ തോന്നലൊന്നും ഞങ്ങൾക്കില്ല. നീ നല്ലപോലെ ഇതാക്കടാ, നല്ലപോലെ മരുന്നൊക്കെ കഴിച്ചിരിക്കാൻ നോക്കടാ നീ കേട്ടോ. ഇതൊക്കെ പറയുന്ന ആർക്കാന്ന് വെച്ചാൽ നല്ലപോലെ മരുന്നിൻ്റെ കുഴപ്പമുണ്ട്, മരുന്നിൻ്റെ കുറവ് നല്ലപോലെ ഉണ്ട് കേട്ടോ. മരുന്നിൻ്റെ മാത്രമല്ല ജയിലിൻ്റെയും കൂടെ കുറവുണ്ട്. നല്ലപോലെ മരുന്നൊക്കെ കഴിച്ച് ജയിലിൽ പോയി കിടക്കാൻ നോക്ക് നീ. നിന്നെയൊക്കെ ജയിലിലാക്കണോ? അതാ വേണ്ടത്, ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നതിന് കേട്ടോടാ. നിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ഇങ്ങോട്ട് വേണ്ട. നിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റി കൂടുതൽ, നിൻ്റെയൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി കേട്ടോ ഇങ്ങോട്ട് വേണ്ട. പത്മജന് കൂടെ കിടക്കുന്നൊരു കിടക്കുന്നെന്ന് തോന്നൽ, അവൻ ഇവിടെ കയറിയിരിക്കുന്ന തോന്നൽ, അവൻ്റെ രോഗമൊന്നും ഇങ്ങോട്ട് വേണ്ട. അവൻ്റെ രോഗമൊക്കെ വേറെ വല്ലയിടം കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. അവന് SNDP വരുന്നുണ്ടെങ്കിൽ അവിടെ പൂജ ചെയ്തിട്ട് പോയാൽ മതി എന്ന് തന്നെ പറയുന്നത്, മനസ്സിലായോ? അവൻ എൻ്റെ ഭർത്താവൊന്നും ചമയാനും അവൻ എൻ്റെ ആരാണ്ടൊന്നും ചമയാനൊന്നും നടക്കണ്ട, കണ്ട തെറുപ്പിൻ്റെ മോനൊന്നും. അതുപോലെ ഒരവനും, മനസ്സിലായോ? സുബ്രഹ്മണ്യനും കണിയാനും ചെരുപ്പൂത്തിയൊന്നും അവനവൻ്റെ ഒക്കെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം നോക്കുന്നത്, സഹദയ മന്ദിരത്തിലെ കാര്യം നോക്കുന്നത്. കണ്ടവരുടെ വീട്ടിലെ കാര്യം നോക്കുന്നവർക്ക് ആ കുഴപ്പം. നല്ല മരുന്ന് കഴിക്കാൻ പറ. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വീട്, ഇത് എൻ്റെ വീടാ. കണ്ടവനെ ഒന്നും ഇവിടെ കയറ്റി വെച്ചിട്ടില്ലടാ. നല്ലപോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ കേട്ടോ. മരുന്നിൻ്റെ കുറവുണ്ട് നല്ല ശരിക്ക്. തോന്നൽ രോഗമൊക്കെ അന്നേരം അങ്ങ് മാറും. മാസ്കും ഒക്കെ വെച്ചുള്ള രോഗങ്ങളൊക്കെ മാറും അന്നേരം കേട്ടോ. നല്ലപോലെ ഇവിടെ ഞാൻ എൻ്റെ നല്ലപോലെ ക്യാമറക്കകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ക്യാമറയുടെ മുന്നിലായിരിക്കുന്നത് ഞാൻ, അതായത് കണ്ടിടമൊന്നും ഇറങ്ങുന്നില്ലടാ കേട്ടോ. ആളുകളൊക്കെ എന്നെ കാണുന്നുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ചെരുപ്പൂത്തി മാത്രമൊന്നുമല്ല, ആളുകളൊക്കെ കാണുന്നുണ്ട്. കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ പറയുമന്മാരോട് നല്ല ശരിക്ക്. നിനക്കും അനീഷ് എന്ന് പറയുന്നത് നിനക്കും കുഴപ്പമുണ്ട്, അർജുൻ DKയ്ക്ക് കുഴപ്പമുണ്ട്, അങ്ങനെ കുറേ പേർക്ക് കുഴപ്പമുണ്ട്. നീയൊക്കെ നല്ലപോലെ പോയി ചികിത്സിക്കുക കേട്ടോടാ കേട്ടോ. പൈസ വേണ്ടവരൊക്കെ നല്ല പൈസ പ്രാന്താന്ന് തോന്നില്ലയോടാ. ഇൻഷുറൻസ് മോട്ടിക്കണം എന്നുള്ള പ്രാന്താണോ? നല്ലപോലെ ചികിത്സിക്കേ. അവൻ ഏതാണെന്നറിയത്തില്ല. കുട്ടമ്മാമൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഉള്ള ഏതോ നമുക്ക് അവന്മാരാ, അല്ലാതാരാ. നല്ലപോലെ സ്റ്റോക്കിങ്, ഗ്യാങ് സ്റ്റോക്കിങ്ങിനെ കുറിച്ചും അല്ല ഇതുപോലുള്ള സ്റ്റോക്കിങ്ങിനെ കുറിച്ചൊക്കെ നല്ലപോലെ യൂട്യൂബിനകത്തുണ്ട്. നല്ല ശരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോടാ. നല്ലപോലെ കണ്ടേച്ചാൽ മതി, കണ്ടിട്ട് നല്ലപോലെ പറഞ്ഞാൽ മതി. സ്റ്റോക്കിംഗ് ഒക്കെ നിൻ്റെ കയ്യിലിരിക്കട്ടെ കേട്ടോ.